ഹയർ സെക്കൻഡറി 2ാം വർഷ ബോട്ടണിയുടെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ് എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയത്. ഇന്ന് നമുക്ക് ഗമേറ്റ് ഫോർമേഷന് വേണ്ടി നടത്തപ്പെടുന്ന സെൽ ഡിവിഷനുകളെ കുറിച്ച് നോക്കാം. നമുക്കറിയാം, സെൽ ഡിവിഷനുകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. ഒന്ന് മൈറ്റോസിസ്, 2 മിയോസിസ്. എല്ലാ ജീവികളിലും 2 തരം ഗമേറ്റുകളാണ് ഉള്ളത്. ഒന്ന് മെയിൽ, മറ്റൊന്ന് ഫീമെയിൽ. ഈ ഗമേറ്റുകൾ എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. അത് പാരന്റ്സ് ഹാപ്ലോയിഡ് ആയാലും ശരി, ഡിപ്ലോയിഡ് ആയാലും ശരി. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്താണ് ഈ ഹാപ്ലോയിഡ്, എന്താണ് ഡിപ്ലോയിഡ്? നമ്മുടെ കാലുകളിൽ ഒരുപോലുള്ള 2 ചെരുപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലും ക്രോമസോംസ് ജോഡികളായിട്ടാണ് കാണുക. അതായത് ഒരു ക്രോമസോം എടുത്താൽ അതിനോട് ജോഡി ചേരാൻ അതേ സൈസും ഷേപ്പുമുള്ള മറ്റൊരു ക്രോമസോം കൂടി കാണും. ഈ അവസ്ഥയാണ് ഡിപ്ലോയിഡ്. എന്നാൽ ക്രോമസോംസ് അൺപെയർഡ് ആയിട്ട് കാണുന്നു. അതായത് ജോഡി ചേരാൻ മറ്റൊരു ക്രോമസോം ഇല്ലാതെ ക്രോമസോം ഒറ്റയ്ക്ക് കാണുന്നു എങ്കിൽ ആ അവസ്ഥയെ ഹാപ്ലോയിഡ് എന്ന് വിളിക്കും. ഈ ഹാപ്ലോയിഡായ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് മൊണീറ, നമ്മുടെ ബാക്ടീരിയകൾ ഉൾപ്പെടുന്ന മൊണീറ, അതുപോലെ ഫംഗസുകൾ, ആൽഗെ, അതുപോലെ ബ്രയോഫൈറ്റുകൾ എന്നിവ. ഇത്തരം ജീവികളിൽ ഗമേറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന സെൽ ഡിവിഷൻ ആണ് മൈറ്റോസിസ് അഥവാ മൈറ്റോട്ടിക് ഡിവിഷൻ. നമുക്ക് നോക്കാം. ഇൻ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ് ഗമേറ്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. പ്രധാനമായും ഗമേറ്റ് 2 തരത്തിലുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ. ഓൾ ഗമേറ്റ്സ് ആർ ഹാപ്ലോയിഡ് ഈവൻ ഇഫ് ദ പാരന്റ്സ് ആർ ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്. പാരന്റ്സ് ഹാപ്ലോയിഡ് ആയാലും ശരി, ഡിപ്ലോയിഡ് ആയാലും ശരി, ഗമേറ്റുകൾ എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഇനി മെനി ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു മൊണീറ, ബാക്ടീരിയ ഉൾപ്പെടുന്ന മൊണീറ, ഫംഗൈ, ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ്സ് ഹാവ് ഹാപ്ലോയിഡ് ബോഡി. ഇത്തരം ജീവികളിൽ ഹാപ്ലോയിഡ് ബോഡിയാണുള്ളത്. ബോഡി തന്നെ ഹാപ്ലോയിഡ് ആയിരിക്കും, അൺപെയർഡ് ആയിട്ടായിരിക്കും ക്രോമസോംസ് കാണുക, ജോഡികളായിട്ടല്ല. സച്ച് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ഗമേറ്റ്സ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ ഓർ മൈറ്റോസിസ്. ഇത്തരം ജീവികളിൽ ഗമേറ്റ് ഉണ്ടാകുന്നത് മൈറ്റോസിസിലൂടെയാണ് അഥവാ മൈറ്റോട്ടിക് ഡിവിഷനിലൂടെയാണ്. ബട്ട് ദ ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു pteridophytes, gymnosperms, angiosperms and most of the animals including human beings have diploid parental body. In such diploid organisms, some specialized cells called meiocytes or gamete mother cells undergo meiosis to form haploid gametes. അതായത് നമുക്ക് ചുറ്റിനും മറ്റു ചില ജീവികളുണ്ട്. ഉദാഹരണത്തിന് ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് പോലുള്ള സസ്യങ്ങളും അതുപോലെ മനുഷ്യൻ ഉൾപ്പെടുന്ന ജന്തുക്കളും. ഇവയ്ക്കെല്ലാം തന്നെ ഡിപ്ലോയിഡ് ആയ പാരന്റൽ ബോഡി ആണുള്ളത്. എന്താണ് ഡിപ്ലോയിഡ് എന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു. ക്രോമസോംസ് ജോഡികളായി കാണുന്ന അവസ്ഥ. ഒരു ക്രോമസോം എടുത്താൽ അതിനോട് ജോഡി ചേരാൻ അതേ സൈസും ഷേപ്പുമുള്ള മറ്റൊരു ക്രോമസോം കൂടി കാണുന്ന അവസ്ഥ. ഇത്തരത്തിലുള്ള അവസ്ഥയാണ് നമ്മൾ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. ഇത്തരത്തിലുള്ള ഡിപ്ലോയിഡ് ഓർഗാനിസംസിൽ ചില പ്രത്യേക തരത്തിലുള്ള സെല്ലുകളായ മിയോസൈറ്റ്സ് അഥവാ ഗമേറ്റ് മദർ സെൽസിന് മിയോസിസ് എന്ന ഡിവിഷൻ, മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ, ക്രോമസോം നേർപകുതിയായിട്ട് കുറയുന്നു. ഈ അവസ്ഥ, ഈ ഡിവിഷൻ നടന്നിട്ടാണ് ഹാപ്ലോയിഡായ ഗമേറ്റുകൾ ഉണ്ടാകുക. ഏത് സെല്ലാണോ മിയോസിസിന് വിധേയമാകുന്നത് ആ സെല്ലിനെ വിളിക്കുന്ന പേരാണ് മിയോസൈറ്റ് അഥവാ ഗമേറ്റ് മദർ സെൽ. ഈ മിയോസൈറ്റ് അഥവാ ഗമേറ്റ് മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചിട്ടാണ് ഗമേറ്റുകൾ ഉണ്ടാകുക. ചില ജീവികളുടെ മിയോസൈറ്റിലെ ക്രോമസോം നമ്പറുകളും അതുപോലെ മിയോസൈറ്റിന് മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ നടന്നുണ്ടായ ഗമേറ്റുകളിലെ ക്രോമസോം നമ്പറും നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗം കൂടി പൂരിപ്പിച്ച് ഞാനിവിടെ തന്നിട്ടുണ്ട്. അത് കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കുക. നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിനെ പ്രധാനമായും 2ആയിട്ടാണ് തിരിച്ചത്. ദർ ഗമറ്റോജനസിസ് ആൻഡ് ഗമേറ്റ് ട്രാൻസ്ഫർ. നമ്മൾ ഇതുവരെ പഠിച്ചത് ഗമറ്റോജനസിസിനെ കുറിച്ചാണ്. അടുത്ത ഗമേറ്റ് ട്രാൻസ്ഫറിലേക്ക് പോകാം.
മിക്കവാറും ജീവികളിലെല്ലാം തന്നെ മെയിൽ ഗമേറ്റ് മൊട്ടയിലും ഫീമെയിൽ ഗമേറ്റ് സ്റ്റേഷനറിയും ആയിരിക്കും. അതായത് ചലിക്കാൻ കഴിവുള്ള മെയിൽ ഗമേറ്റുകളാണ് ചലിക്കാൻ കഴിവില്ലാത്ത ഫീമെയിൽ ഗമേറ്റിന്റെ അടുത്ത് എത്തിച്ചേരേണ്ടത് ആഫ്റ്റർ ഗെമറ്റോജനസിസ്, ഗമേറ്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം. പല ജീവികളിലും, ഉദാഹരണം ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് എന്നിങ്ങനെയുള്ള ജീവികളിൽ ഗമേറ്റ് ട്രാൻസ്ഫറിന്റെ മീഡിയം ആയിട്ട് പ്രവർത്തിക്കുന്നത് വാട്ടർ ആണ്. വാട്ടർ ആക്ട്സ് ആസ് ദ മീഡിയം ഫോർ ഗമേറ്റ് ട്രാൻസ്ഫർ. പക്ഷേ അതിന്റെ ഒരു പ്രധാന പോരായ്മ എന്താണെന്ന് വെച്ചാൽ, വെള്ളം ഈ ഗമേറ്റുകളെ കൊണ്ടുപോകുന്നതിനാൽ വെള്ളം കൊണ്ടുപോകുന്ന വഴിയിൽ പലപ്പോഴും ഈ ഗമേറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിൽ പരാജയപ്പെടുന്നു. അപ്പൊ ഈ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം ജീവികൾ ധാരാളം മെയിൽ ഗമേറ്റുകളെ, ആയിരക്കണക്കിന് മടങ്ങ് കൂടുതൽ മെയിൽ ഗമേറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആസ് കമ്പയർഡ് ടു ഫീമെയിൽ ഗമേറ്റ്സ്. നമുക്ക് നോക്കാം. ആഫ്റ്റർ ഗെമറ്റോജനസിസ്, ഗെമറ്റോജനസിന് ശേഷം മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് മസ്റ്റ് ബി ഫിസിക്കലി ബ്രോട്ട് ടുഗദർ ടു ഫെസിലിറ്റേറ്റ് ഗാമറ്റിക് ഫ്യൂഷൻ. ഗാമറ്റിക് ഫ്യൂഷൻ നടക്കാൻ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും അടുത്തടുത്ത് വന്നേ തീരൂ. ഇൻ എ മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ് മെയിൽ ഗമേറ്റ് ഈസ് മൊട്ടൈൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ഈസ് സ്റ്റേഷനറി. പല ജീവികളിലും മെയിൽ ഗമേറ്റിന് ചലിക്കാൻ കഴിവ് ഉണ്ടായിരിക്കും, ഫീമെയിൽ ഗമേറ്റ് നിശ്ചലമായിരിക്കും, ചലിക്കാൻ കഴിവില്ലായിരിക്കും. So, a medium is required for the transfer of male gamete to the female gamete. മെയിൽ ഗമേറ്റിനെ ഫീമെയിൽ ഗമേറ്റിന്റെ അടുത്തെത്തിക്കാൻ ഒരു മാധ്യമം, മീഡിയം കൂടിയേ തീരൂ. ഇൻ സെവറൽ സിമ്പിൾ പ്ലാന്റ്സ് ലൈക്ക് ആൽഗെ, ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്, വാട്ടർ ആക്ട്സ് ആസ് ദ മീഡിയം ഫോർ ഗമേറ്റ് ട്രാൻസ്ഫർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൽഗകളിലും ബ്രയോഫൈറ്റുകളിലും ടെറിഡോഫൈറ്റുകളിലും വെള്ളമാണ് ഈ ഗമേറ്റുകളെ കൊണ്ടുകൊടുക്കുക. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും നമ്മൾ പറഞ്ഞു. പല ഗമേറ്റുകളും നഷ്ടപ്പെടാം, പല മെയിൽ ഗമേറ്റുകളും നഷ്ടപ്പെടാം. ഈ നഷ്ടം നികത്തുന്നതിന് വേണ്ടി ഇത്തരം ചെടികൾ ഫീമെയിൽ ഗമേറ്റിനെക്കാളും ആയിരക്കണക്കിന് മടങ്ങ് കൂടുതൽ മെയിൽ ഗമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നു. However, a large number of male gametes fail to reach the female gametes. ഫീമെയിൽ ഗമേറ്റിന്റെ അടുത്ത് എത്തുന്നതിൽ പരാജയപ്പെടുന്നു. To compensate this loss of male gametes during transport, the number of male gametes produced is several thousand times greater than that of female gamete. ഫീമെയിൽ ഗമേറ്റിനെക്കാളും ആയിരക്കണക്കിന് മടങ്ങ് കൂടുതൽ മെയിൽ ഗമേറ്റുകളെ ഉൽപ്പാദിപ്പിച്ചാണ് ഈ നഷ്ടം നികത്തുക. അപ്പൊ കുറെ എണ്ണം പോയാലും കുഴപ്പമില്ല, കുറച്ചെങ്കിലുമൊക്കെ എന്താണ് ഫീമെയിൽ ഗമേറ്റിന്റെ അടുത്ത് എത്തിച്ചേരും. അതിനുവേണ്ടി ആയിരക്കണക്കിന് മടങ്ങ് കൂടുതൽ മെയിൽ ഗമേറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇത്തരം പ്ലാന്റുകൾ. ഉയർന്ന വികാസം പ്രാപിച്ച സസ്യങ്ങളായ ജിംനോസ്പെർമുകളിലും ആൻജിയോസ്പെർമുകളിലും മെയിൽ ഗമേറ്റുകൾ പോളൻ ഗ്രെയിൻസിനുള്ളിലും ഫീമെയിൽ ഗമേറ്റുകൾ ഓവ്യൂൾസിനുള്ളിലുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് വേണ്ടി ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ തന്നെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മാറ്റിക് സർഫസിലേക്ക് മാറ്റപ്പെടുന്നു. ഇൻ ഹയർ പ്ലാന്റ്സ് ലൈക്ക് ജിംനോസ്പെർംസ് ആൻഡ് ആൻജിയോസ്പെർംസ്, pollen grains are the carriers of male gametes and ovules contain female gamete or egg. ഓവ്യൂൾസിനുള്ളിൽ ഫീമെയിൽ ഗമേറ്റ് കാണുമ്പോൾ മെയിൽ ഗമേറ്റ് കാണുന്നത് പോളൻ ഗ്രെയിൻസിനുള്ളിലാണ്. So, the pollen grains produced in the anther must be transferred to the stigma to facilitate fertilization. Fertilization നടക്കുന്നതിന് വേണ്ടി ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് മാറ്റപ്പെടുന്നു. പയറുചെടി പോലുള്ള ബൈസെക്ഷൽ ആയ സെൽഫ് പോളിനേറ്റിംഗ് പ്ലാന്റുകളിൽ ഇത്തരം ട്രാൻസ്ഫർ വളരെ എളുപ്പമാണ്. കാരണം ആന്തറും സ്റ്റിഗ്മയും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുക. ഇൻ ബൈസെക്ഷൽ സെൽഫ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് ലൈക്ക് പീ, transfer of pollen grains from the anther to the stigma is relatively easy because anthers and stigma are located close to each other. പക്ഷെ ഇതല്ല ഡയേഷ്യസ് പ്ലാന്റ്സിന്റെ അവസ്ഥ. ഡയേഷ്യസ് പ്ലാന്റ്സ് എന്താണെന്ന് നമുക്കറിയാം. ആൺപൂവും പെൺപൂവും വെവ്വേറെ പ്ലാന്റുകളിലാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ആ മെയിൽ പ്ലാന്റിൽ നിന്ന് പൂമ്പൊടികളെ ഫീമെയിൽ പ്ലാന്റിലെ സ്റ്റിഗ്മാറ്റിക് സർഫസിലേക്ക് എത്തിക്കാൻ അവിടെ ഒരു മെക്കാനിസം ആവശ്യമായി വരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. ബട്ട് ഇൻ ഡയേഷ്യസ് പ്ലാന്റ്സ് the pollen grains are transferred from the anther to the stigma through a specialized event called pollination. After this, pollen grains germinate on the stigma to produce pollen tube that discharges
ദ മെയിൽ ഗമീറ്റ്സ് ഇൻ ദ ഓവ്യൂൾ നിയർ ദ എഗ്. അതായത് പൂമ്പൊടികൾ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീണതിന് ശേഷം അതിൽ നിന്ന് ഒരു പോളൻ ട്യൂബ് എന്ന് പേരുള്ള ട്യൂബിലേക്ക് സ്ട്രക്ചർ ഉണ്ടാകുകയും അത് സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലൂടെ ഓവ്യൂളിനുള്ളിലെ എഗ്ഗിനടുത്തായി മെയിൽ ഗമീറ്റിനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ രണ്ടാമത്തെ ഇവന്റ് ആണ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻ ഓർ സിൻഗമി. അതായത് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും പരസ്പരം സംയോജിക്കുന്ന പ്രക്രിയയാണ് ഫെർട്ടിലൈസേഷൻ. മറ്റൊരു പേരാണ് സിൻഗമി. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്ലോയിഡ് സൈഗോട്ട്. ഫെർട്ടിലൈസേഷന്റെ ഫലമായി ഡിപ്ലോയിഡ് ആയ സൈഗോട്ട് ഉണ്ടാകുന്നു. സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ എഗ്ഗ് അഥവാ ഫീമെയിൽ ഗമേറ്റ് വളർന്നാണ് പുതിയ ജീവി ആയി മാറാറുള്ളത്. പക്ഷെ ചില ജീവികളിൽ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് തന്നെ പുതിയ ജീവിയായി പരിണമിക്കുന്നു. ഈ പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് പാർത്തനോജനസിസ്. പാർത്തനോജനസിസ് കാണിക്കുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് റോട്ടിഫേഴ്സ്, ചില പ്രത്യേകതരം അക്വാട്ടിക് ഇൻവെർട്ടിബ്രേറ്റ് ആണ്, നട്ടലില്ലാത്ത ജീവികളാണ്. ഹണീബി, ചില പ്രത്യേക പല്ലികൾ, അതുപോലെ ടർക്കി പോലുള്ള പക്ഷികൾ, ഇവയെല്ലാം തന്നെ പാർത്തനോജനസിസ് കാണിക്കുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇൻ സം ഓർഗാനിസംസ് ലൈക്ക് rotifers, honeybee, and even some lizards and birds like turkey, the female gamete develops to form new organism without fertilization. അതായത് ഇത്തരം ജീവികളിൽ ഫീമെയിൽ ഗമേറ്റ് വളർന്ന് പുതിയ ജീവിയായി പരിണമിക്കുന്നു ഫെർട്ടിലൈസേഷൻ കൂടാതെ. ദിസ് ഫിനോമിനൻ ഈസ് കാൾഡ് പാർത്തനോജനസിസ്. ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോജനസിസ്. ഓൺ ദ ബേസിസ് ഓഫ് ദ പ്ലേസ് വെയർ സിൻഗമി occurs, fertilization can be grouped into two. They are external fertilization and internal fertilization. അതായത് എവിടെ വച്ചാണോ ഫെർട്ടിലൈസേഷൻ അഥവാ ഗാമറ്റിക് ഫ്യൂഷൻ നടക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഫെർട്ടിലൈസേഷനെ തന്നെ രണ്ടായിട്ട് തിരിക്കാം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. In most of the aquatic organisms such as majority of algae, fishes as well as amphibians, syngamy occurs outside the body of organism. This type of gametic fusion is called external fertilization. അതായത് ജലജീവികളായ ആൽഗെ, ഫിഷസ്, ആംഫീബിയൻസ് എന്നിവയിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ജീവികളുടെ ശരീരത്തിന് പുറത്തു വെച്ചാണ്. ഇത്തരത്തിലുള്ള ഗാമറ്റിക് ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഗാമറ്റിക് ഫ്യൂഷൻ അവിടെ ഒരു മീഡിയം ആവശ്യമായി വരുന്നു. ഈ മീഡിയമായി പലപ്പോഴും പ്രവർത്തിക്കുന്നത് വാട്ടർ ആണ്. ഹിയർ ദ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം, യൂഷ്വലി വാട്ടർ. നമ്മളൊരു തവളയെ ഉദാഹരണമായിട്ട് എടുത്താൽ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ആൺതവള വെള്ളത്തിലേക്ക് മെയിൽ ഗമീറ്റിനെയും പെൺതവള ഫീമെയിൽ ഗമീറ്റിനെയും റിലീസ് ചെയ്യുന്നു. ഈ ഗാമറ്റിക് ഫ്യൂഷൻ വെള്ളത്തിൽ വെച്ചാണ് നടക്കുക. അതിനുള്ള സാധ്യത വളരെ കുറവായതിനാൽ ഇത്തരം ജീവികൾ ധാരാളം ഗമീറ്റുകളെ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, സന്താനങ്ങൾ നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ വെല്ലുവിളി എന്നത് അതിൻ്റെ ഇരപിടിക്കുന്ന ജീവികളിൽ നിന്ന് തന്നെയാണ്. The organisms exhibiting external fertilization release a large number of gametes into the surrounding medium to increase the chance of syngamy. സിൻഗമിയുടെ ചാൻസ് കൂട്ടുന്നതിന് വേണ്ടി ധാരാളം ഗമീറ്റുകളെ റിലീസ് ചെയ്യുന്നു. എ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് ദാറ്റ് ദ ഓസ്പ്രിങ്സ് ആർ എക്സ്ട്രീംലി വൾണറബിൾ ടു പ്രഡേറ്റേഴ്സ്. ഇരപിടിക്ക് വിധേയമാകുന്നു. ആൻഡ് ത്രട്ടണിങ് ദെയർ സർവൈവൽ അപ് ടു അഡൾട്ട്ഹുഡ്. പക്വതയെത്തുന്നത് വരെ അതിന്റെ നിലനിൽപ്പിന് ഭീഷണി തന്നെയാകുന്നു ഈ പ്രഡേറ്റേഴ്സ്. Internal fertilization. In many organisms belonging to fungi, reptiles, birds, mammals, and in a majority of plants like bryophytes, pteridophytes, gymnosperms, and angiosperms, syngamy occurs inside the body of the organisms. This type of gametic fusion is called internal fertilization. അതായത് ഫഞ്ചൈ, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, അതുപോലെ മിക്കവാറും എല്ലാ പ്ലാന്റുകളും ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പം, ആൻജിയോസ്പം തുടങ്ങിയ എല്ലാ പ്ലാന്റുകളിലും
ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ജീവികളുടെ ശരീരത്തിന് ഉള്ളിൽ വച്ചാണ്. ഇത്തരത്തിലുള്ള ഗ്യാമറ്റിക് ഫ്യൂഷനെയാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. ഇത്തരം ജീവികളിൽ മെയിൽ ഗമേറ്റ് മോട്ടയിലും ഫീമെയിൽ ഗമേറ്റ് സ്റ്റേഷനറിയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ മെയിൽ ഗമേറ്റിന് ഫീമെയിൽ ഗമേറ്റിന്റെ അടുത്ത് എത്തേണ്ടതായിട്ടുണ്ട്. In such organisms, male gamete is motile and has to reach the egg in order to fuse with it. So the number of sperms produced is greater than the number of eggs. ഇത്തരം ജീവികളുടെ എഗ്ഗിനേക്കാൾ വളരെ കൂടുതലായിരിക്കും മെയിൽ ഗമേറ്റ്സിന്റെ എണ്ണം. In seed producing plants, the non-motile male gametes are carried to the female gametes by pollen tube. സീഡ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റുകളായ ജിംനോസ്പെർംസിലും ആൻജിയോസ്പെർംസിലും പോളൻ ഗ്രെയിൻസ് അഥവാ പൂമ്പൊടി വന്ന് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീണാൽ അത് ജെർമിനേറ്റ് ചെയ്തുണ്ടായ പോളൻ ട്യൂബാണ് മെയിൽ ഗമേറ്റിനെ എഗ്ഗിനടുത്ത് എത്തിക്കുക. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. All the events in sexual reproduction after the formation of zygote are called post-fertilization events. അതായത് മെയിലും ഫീമെയിലും ഗമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായതിനു ശേഷമുള്ള എല്ലാ സംഭവങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടായ സൈഗോട്ടിൽ നിന്ന് തന്നെ നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് തുടങ്ങാം. ദ സൈഗോട്ട്. In all sexually reproducing organisms, a diploid zygote is formed after fertilization. Zygote ensures the continuity of species from one generation to the next. അതായത് എല്ലാ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിലും ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിപ്ലോയിഡ് സെല്ലിന്റെ പേരാണ് സൈഗോട്ട്. ഈ സൈഗോട്ടാണ് ഒരു സ്പീഷീസിന്റെ തുടർച്ച ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് സാധ്യമാക്കുക. In those organisms exhibiting external fertilization, zygote is formed in the external medium, usually water, whereas in those having internal fertilization, zygote is formed inside the body of the female organism. അതായത് നമ്മൾ പഠിച്ചതാണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ജീവികളിൽ, തവള പോലുള്ള ജീവികളിൽ സൈഗോട്ട് ഉണ്ടാകുന്നത് എക്സ്റ്റേണൽ മീഡിയമായ വാട്ടറിലും, എന്നാൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന മനുഷ്യനെ പോലുള്ള ജീവികളിൽ ഫീമെയിൽ ഓർഗാനിസത്തിന്റെ ബോഡിക്ക് ഉള്ളിലുമാണ് സൈഗോട്ട് രൂപപ്പെടുക. പ്രതികൂല കാലാവസ്ഥകളിൽ ആൽഗകളും ഫംഗസുകളും സൈഗോട്ടിന് ചുറ്റും കട്ടിയുള്ള ഒരു ഭിത്തി ഉണ്ടാക്കുകയും ഈ ഭിത്തി അവയെ ഡെസിക്കേഷൻ അഥവാ വരൾച്ച, അതുപോലെ ഡാമേജ് എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. In algae and fungi, zygote develops a thick wall to resist desiccation and damage. This germinates after a period of rest. ഒരു നിശ്ചിത സമയത്തിന് ശേഷം അവ വീണ്ടും ജെർമിനേറ്റ് ചെയ്യുന്നു. In the organisms having haplontic life cycle, zygote divides by meiosis to form haploid spores which develop into haploid individuals. അതായത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്ന ചില ആൽഗകൾ പോലുള്ള ജീവികളിൽ സൈഗോട്ടിന് നേരിട്ട് മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോസ് ഉണ്ടാകുകയും ആ സ്പോസ് വളർന്ന് പുതിയ ജീവികളായി പരിണമിക്കുകയും ചെയ്യും. എംബ്രിയോ ജനസിസ്. ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഫ്രം എ ഡിപ്ലോയിഡ് സൈഗോട്ട് ഈസ് കാൾഡ് എംബ്രിയോ ജനസിസ്. ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ടുണ്ടായ സൈഗോട്ട് വളർന്ന് മൾട്ടി സെല്ലുലാറായ എംബ്രിയോ ആയി മാറുന്ന പ്രക്രിയയാണ് എംബ്രിയോജനസിസ് എന്ന് പറയുക. ഡ്യൂറിംഗ് ദിസ് സൈഗോട്ട് അണ്ടർഗോസ് സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ. രണ്ട് പ്രക്രിയകളുടെ ഫലമായിട്ടാണ് സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ രൂപപ്പെടുക. ദേ ആർ സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ. സെൽ ഡിവിഷൻ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ, whereas cell differentiation help a group of cells to become specialized into tissues, organs and organisms. സെൽ ഡിവിഷന്റെ ഫലമായി എംബ്രിയോയിലെ സെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ സെൽ ഡിഫറൻസിയേഷൻ ഒരു കൂട്ടം സെൽസിനെ ടിഷ്യൂ ആയും ഓർഗനായും ഓർഗനിസമായും മാറാൻ സഹായിക്കുന്നു. Based on the location of development of zygote, animals can be grouped into two types. They are
Oviparous and Viviparous animals. Oviparous animals. Those animals which lay fertilized or unfertilized eggs are called oviparous animals. ഫെർട്ടിലൈസേഷൻ നടന്നതോ നടക്കാത്തതോ ആയ മുട്ടയിടുന്ന ജീവികളെയാണ് oviparous animals എന്ന് പറയുക. In oviparous animals like reptiles and birds, the fertilized eggs are covered by a hard calcareous shell and are laid in a safe place in the environment. After a period of incubation, the eggs hatched out to form young ones. അതായത് oviparous animals ആയ റെപ്റ്റൈൽസിലും ബേർഡ്സിലും ഫെർട്ടിലൈസ്ഡ് എഗ്സിനെ കവർ ചെയ്തുകൊണ്ട് കട്ടിയുള്ള കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിതമായ ഒരു ഷെല്ലുണ്ട്. ഈ ഷെല്ലോട് കൂടിയ എഗ്ഗിനെ ആ ജീവികൾ സേഫായ എൻവയോൺമെന്റിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത അടയിരിപ്പ് കാലാവധിക്ക് ശേഷം മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരികയും ചെയ്യും. Viviparous animals. Those animals which give birth to young ones are called viviparous animals. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവികളെയാണ് viviparous animals എന്ന് വിളിക്കുക. In viviparous animals or mammals, the zygote develops into an young one inside the body of the female organism. ഫീമെയിൽ ഓർഗാനിസത്തിന്റെ ബോഡിക്കുള്ളിലാണ് സൈഗോട്ട് വളർന്ന് ഒരു ജീവിയായി മാറുക. ആഫ്റ്റർ അറ്റൈനിങ് എ സർട്ടൺ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, ദ യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ ഓർഗാനിസം. ഒരു നിശ്ചിത വളർച്ചയ്ക്ക് ശേഷം ഈ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങൾ മാതൃജീവിയുടെ ശരീരത്തിൽ നിന്ന് പ്രസവത്തിലൂടെ പുറത്തു വരുന്നു. ഒവിപാരസ് അനിമൽസിനേക്കാൾ നല്ല എംബ്രിയോണിക് കെയറും പ്രൊട്ടക്ഷനും കിട്ടുന്നതിനാൽ വിവിപാരസ് അനിമൽസിനാണ് നല്ല രീതിയിൽ പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ കഴിയുക. ബിക്കോസ് ഓഫ് ദ പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ദ ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺസ് ഈസ് ഗ്രേറ്റർ ഇൻ വിവിപാരസ് ഓർഗാനിസംസ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്ന മാറ്റങ്ങൾ. ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ദ സെപ്പൽസ്, പെറ്റൽസ് ആൻഡ് സ്റ്റേമൻസ് വിതർ ആൻഡ് fall off. ഒരു പൂവിലെ സെപ്പലും പെറ്റലും സ്റ്റേമനും എല്ലാം തന്നെ ഫെർട്ടിലൈസേഷന് ശേഷം വിതർ ആൻഡ് fall off, വാടി പൊഴിഞ്ഞു പോകുന്നു. However, the pistil or carpel remain attached to the plant. പൂവിലെ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ പൂവിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു. അതിലെ സൈഗോട്ട് വളർന്ന് എംബ്രിയോ ആയും ഓവ്യൂള് വളർന്ന് സീഡായും ഓവറി വളർന്ന് ഫ്രൂട്ടായും മാറപ്പെടുന്നു. Then zygote develops into embryo, ovule develops into seed and ovary becomes the fruit. ഈ ഫ്രൂട്ട് ഒരു ഹാർഡ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പെരികാർപ്പ്. The fruit develops a thick protective wall called pericarp. Seeds germinate under favorable season to produce new plants. അതായത് ഫ്രൂട്ടിനുള്ളിൽ കാണപ്പെടുന്ന വിത്തുകൾ, സീഡുകൾ, അത് ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റുകൾ മുളച്ച് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നു.